പൂപ്പരിപാടി. ഇന്ന് കുറച്ച് എന്നാ മണം, പൂപ്പരിപാടി. പൂക്കാരി പെണ്ണേ പൂ ഒന്ന് തായോ, കേട്ടിട്ടില്ല പാട്ട്? അതാണ് നമ്മുടെ പരിപാടി. കേട്ടോ, കുറേ പഴയ പൂ മാറാനുണ്ട്, ഫ്ലവറേ, അത് മാറിയേക്കാം. ഇത് ഉണ്ടോ, മുഴുവൻ പൂവും കരിഞ്ഞ് പറഞ്ഞൊരു പരുവായി. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ സാമ്പാറൊക്കെ എല്ലാവരും കഴിച്ചോന്നേ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അടിപൊളി സാമ്പാറല്ലേ? ഉണ്ടാക്കി നോക്കിയില്ല അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് പറയണം എൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു സാമ്പാറെന്ന്. ഓക്കെ, ആരാ ഉണ്ടാക്കി എന്നോട് ചോദിച്ചേ, ലിറ്റി സാമ്പാറിന് മല്ലിയില ഇറക്കത്തില്ലേ എന്ന്. ഞാൻ സാമ്പാറിന് മല്ലിയില ഇറക്കത്തില്ല കേട്ടോ. നമ്മൾ മലയാളികളുടെ സാമ്പാറിന് എന്നാ നീ മല്ലിയില ഇറക്കാൻ തുടങ്ങിയേ? എനിക്കിഷ്ടമില്ല. നമ്മുടെ മലയാളത്തിലുള്ള സാമ്പാറിന് മല്ലിയിലയൊന്നും ഇല്ല. ഹേ, പിന്നെ ആരാണ്ട് ചോദിച്ചൊരു ചോദ്യമാണേ, എന്താണ് സാമ്പാറിനകത്ത് എന്ത് ഇറക്കുകയില്ലെന്നായിരുന്നു? പുളി ഇറക്കുകയില്ലെന്ന്. നമ്മൾ സാമ്പാറിനകത്ത് പുളി ഇറക്കുകയില്ല കേട്ടോ. എനിക്കിഷ്ടമില്ല സാമ്പാറിനകത്ത്. ഓൾറെഡി ഇവിടെ നിന്ന് ഞാൻ നന്നായിട്ട് തക്കാളി ചേർക്കുവേ. പിന്നെ ഇവിടെയുള്ള തക്കാളിക്ക് നല്ല പുളിയുണ്ട്. അതിനോട് അഡീഷണൽ പുളിയും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ വൃത്തികേടാന്നേ. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പുളി ചേർത്തോ. പക്ഷേ നാട്ടിലെ തക്കാളിയുടെ പുളി എനിക്കറിയത്തില്ല. ഇവിടുത്തെ തക്കാളിക്ക് നല്ല പുളി ആയതുകൊണ്ട് പുളിയൊന്നും ചേർക്കണ്ട. കുറേ ആൾക്കാർ കുറച്ച് പേര് അത് ട്രൈ ചെയ്തെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കെട്ടിയോനും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നിങ്ങളുടെ കെട്ടിയോൻ ചോദിക്കും എന്നടി പണി വെച്ചേക്കുന്നേന്ന്. അത്രയ്ക്ക് അടിപൊളി സാമ്പാർ വയ്ക്കുക. അല്ല, നിങ്ങൾ നോക്കൂ, ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കിയാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കെട്ടിയോന്മാർ നിങ്ങൾക്ക് സ്വർണ്ണ വളയിട്ടില്ലേലും അടിപൊളി, ഇനി നീ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഈ പൂവിൻ്റെ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞു. ഇനി അടുത്തവന്മാരുടെ ഭൂമിയിലെ ജീവിത ദൈവന്മാരുടെ. നല്ല ഭംഗിയുണ്ടോ? ഇഷ്ടപ്പെട്ടോ? നമുക്ക് വെക്കാവേ. ഇത് കട്ട് ചെയ്യണം, ഭയങ്കര നീളക്കൂടലാന്നേ.